സുഹൃത്തുക്കളെ, RM ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ SSBയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 76 ഒഴിവിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പാരാമെഡിക്കൽ വിഭാഗത്തിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻറ്റിലേക്ക് 30 വേക്കൻസിയും, ഹെഡ് കോൺസ്റ്റബിൾ ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റിലേക്ക് 12 വേക്കൻസിയും, കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്ക് 34 വേക്കൻസിയുമാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ 76 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻറ്റിലേക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 12th പാസ് വിത്ത് ബയോളജി, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സും 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സും ആവശ്യമാണ്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് കോഴ്സ്, അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ഫിസിയോതെറാപ്പി അസിസ്റ്റൻ്റ് ആണ്. ഏജ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. 12ാം ക്ലാസ് പാസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡ്യൂറേഷൻ ഓഫ് മിനിമം 1 ഇയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് 1 ഇയർ എക്സ്പീരിയൻസും കൂടെ അതിന് കൂടെ വേണം. അടുത്ത് വരുന്നത് കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ്. ഏജ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഓക്കെ, അതിലേക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫ്രം സെൻറ്റ് ജോൺസ് ആംബുലൻസ് ഓർഗനൈസേഷൻ ഓർ റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത ഇതിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് സാലറിയാണ്. ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഫിസിയോതെറാപ്പി അസിസ്റ്റൻറ്റിനും പേ ലെവൽ 4 ആണ് പറഞ്ഞിരിക്കുന്നത്. 25,500 രൂപ മുതൽ 81,100 രൂപയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 21,700 രൂപ മുതൽ 69,100 രൂപയാണ് സാലറി വരുന്നത്. അടുത്ത ഏജ് ലിമിറ്റ് SC/STക്ക് 5 വർഷമുള്ളവും OBCക്ക് 3 വർഷം, എക്സ് സർവീസ് മാന് 3 വർഷമുള്ളവും, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇളവുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അടുത്ത് ഇവിടെ ഹൈറ്റ് പറയുന്നത് മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ആണ്. ഫീമെയിലിനാണെങ്കിൽ 155 സെൻറ്റിമീറ്റർ മതി. ഓക്കെ, മെയിലിന് ചെസ്റ്റ് 75 അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് ആദ്യം ഫിസിക്കലായിരിക്കും ഉണ്ടായിരിക്കുക. 1.6 കിലോമീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. ഫീമെയിൽസ് ആണെങ്കിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാം. ഓക്കെ, കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റിലേക്കാണെങ്കിൽ 4 കിലോമീറ്റർ റേസേ ഉണ്ടാവുള്ളൂ, 24 മിനിറ്റ് സമയം ഉണ്ടാവും അത്. അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിൽ 2.4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, റേസ് 18 മിനിറ്റ് സമയം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഉടനെ തന്നെ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.